ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സൺറൈസ് ഓൺ ദി ഹിൽസ് എന്ന് പറയുന്ന ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് തോന്നും, എന്നാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സൺറൈസ് ഓൺ ദി ഹിൽസ്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സൂര്യോദയത്തിനെ പറ്റി പറയുന്ന ഒരു പോയമാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള വിഷ്വൽ ഇമേജറീസ്, ഓഡിറ്ററി ഇമേജറീസ്, ഇതിനെയൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പോയമാണ്. ആദ്യത്തെ സ്റ്റാൻസ വിഷ്വൽ ഇമേജറീസിനും രണ്ടാമത്തെ സ്റ്റാൻസ ഓഡിറ്ററി ഇമേജറിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. I stood upon the hills when heaven's wide arch was glorious with the sun's returning march. അതായത് പോയറ്റ് ഒരു മലയുടെ പൊക്കത്തിൽ നിന്നിട്ട് സൺറൈസ് അല്ലെങ്കിൽ സൂര്യോദയം ആസ്വദിക്കുകയാണ്. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. അതാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഐ സ്റ്റുഡ് അപ്പോൺ ദി ഹിൽസ്, ഞാൻ മലയുടെ പൊക്കത്ത് നിൽക്കുമ്പോൾ വെൻ ഹെവൻസ് വൈഡ് ആർച്ച് വാസ് ഗ്ലോറിയസ് വിത്ത് ദ സൺസ് റിട്ടേണിങ് മാർച്ച്. അതായത് സണ്ണിനെ ഇവിടെ ഒരു വിജയിച്ച് വരുന്ന ഒരു പട്ടാളക്കാരനായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ സണ്ണിൻ്റെ ആ വരവിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മാറിയിരിക്കുകയാണ് സ്കൈ എന്ന് പറയുന്നത്. ആൻഡ് വുഡ്സ് വെയർ ബ്രൈറ്റേൺഡ്, കാടുകളെല്ലാം അതിൻ്റെ പ്രകാശത്തിൽ ഭയങ്കര ബ്രൈറ്റൺ ചെയ്ത് തിളങ്ങി നിൽക്കുന്നു. ആൻഡ് സോഫ്റ്റ് ഗെയിൽ എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ്. വെൻറ്റ് ഫോർത്ത് ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽസ്, അതായത് ഈ സൂര്യൻ്റെ പ്രകാശത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ താഴ്വരയെ ഇങ്ങനെ പതിയെ കാറ്റ് വന്ന് തലോടിക്കൊണ്ടിരിക്കുന്നു. ദ ക്ലൗഡ്സ് വെയർ ഫാർ ബിനീത്ത് മീ ബാത്ത്ഡ് ഇൻ ലൈറ്റ്. ഇനി ക്ലൗഡ്സ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഇദ്ദേഹം ഒരു മലയുടെ ഏറ്റവും ടോപ്പിലാണ്, ഏറ്റവും പീക്ക് പോയിന്റിലാണ്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഈ മേഘങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ താഴെയായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്, കാരണം അദ്ദേഹം വളരെ ഹൈറ്റിലാണ്. ആൻഡ് ബാത്ത്ഡ് ഇൻ ലൈറ്റ്, ഈ ഒരു സൂര്യൻ വരുമ്പോഴുള്ള പ്രകാശത്തിൽ കുളിച്ച് നിൽക്കുകയാണ് ഈ മേഘങ്ങളെല്ലാം. ദേ ഗ്യാതേർഡ് മിഡ്വേ അറൗണ്ട് ദ വുഡഡ് ഹൈറ്റ് ആൻഡ് ഇൻ ദെയർ ഫേഡിങ് ഗ്ലോറി ഷോൺ ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർ തോൺ. അതിൽ മങ്ങി നിൽക്കുന്ന മേഘങ്ങളെ കാണുമ്പോൾ യുദ്ധത്തിലൊക്കെ തോറ്റു വന്ന ഒരു പടയാളികളെ പോലെയാണ് പോയറ്റിന് തോന്നുന്നത്. ആസ് മെനി എ പിനാക്കിൾ വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇറ്റ്സ് ഷാറ്റേർഡ് ലെയിൻ. ഇദ്ദേഹം ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ അദ്ദേഹം ഏറ്റവും ടോപ്പിലായതുകൊണ്ട് ട്രീയുടെ ടോപ്പൊക്കെ അദ്ദേഹത്തിന് കാണാം. അപ്പോൾ ആ ഭാഗമൊക്കെ എങ്ങനെയാണ് ഈ ഗ്രേ മിസ്റ്റ് മഞ്ഞുകളാൽ ഇങ്ങനെ മൂടപ്പെട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് റോക്കിംഗ് ഓൺ ദി ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ്. അവിടെ ഒരു പൈൻ മരം കാറ്റത്തിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള പൈൻ മരമാണ്? ഇലകളൊക്കെ കൊഴിഞ്ഞ് നശിച്ചു നിൽക്കുന്ന ഒരു പൈൻ മരം ഇങ്ങനെ കാറ്റത്ത് ആടുന്നുണ്ടായിരുന്നു. ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ് ആൻഡ് ബിലോ ഗ്ലോവിഡ് ദ റിച്ച് വാലി ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ. അത് കഴിഞ്ഞ് അദ്ദേഹം കാണുന്നത് ഈ മേഘങ്ങളിങ്ങനെ മൂടി നിൽക്കുവാണ്. അപ്പോൾ മേഘങ്ങളങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ, ഈ കാറ്റത്ത് ഈ മേഘങ്ങളങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ താഴ്വരയൊക്കെ വാലിയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റി. ആ സമയത്താണ് അദ്ദേഹം ഒരു നദി ഒഴുകിപ്പോകുന്നതും കണ്ടത്. വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്. ഈ നദി ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണാം, പക്ഷേ നദിയുടെ ചില ഭാഗങ്ങൾ ഈ മുകളിൽ നിന്നുള്ള മരങ്ങളുടെ നിഴലൊക്കെ വീണിട്ട് ഇരുണ്ട് കിടക്കുന്നു. ഓർ ഗ്ലിസ്റ്റേൺഡ് ഇൻ ദ വൈറ്റ് കാസ്കേഡ് where upward in the mellow blush of day the noisy bittern wheeled his spiral way. ഇവിടെ ഗ്ലിസ്റ്റേൺഡ് ഇൻ ദി വൈറ്റ് കാസ്കേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ നദികളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ നദികളിൽ തന്നെ പാറകളുണ്ടായിട്ട് നദി ഇങ്ങനെ നല്ല ശക്തമായിട്ട് ഒഴുകുമ്പോൾ ഈ പാറകളിൽ തട്ടി ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യില്ലേ, ഒരു പത പോലെയൊക്കെ വെള്ളം. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന് നദികളിൽ കാണാം. വെയർ അപ്വേർഡ് ഇൻ ദി മെല്ലോ ബ്ലഷ് ഓഫ് ഡേ ദ നോയ്സി ബിറ്റേൺ വീൽഡ് ഹിസ് സ്പൈറൽ വേ. അതുപോലെ തന്നെ ഒരു പക്ഷി ഇങ്ങനെ ശബ്ദമുണ്ടാക്കി പറന്നിങ്ങനെ പോകുന്നതും അദ്ദേഹത്തിന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം വിഷ്വൽ ഇമേജറി അല്ലെങ്കിൽ അദ്ദേഹം കണ്ണിലൂടെ ആസ്വദിച്ച കാര്യങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അദ്ദേഹം കേട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു ഓഡിറ്ററി ഇമേജറി. ഐ ഹേർഡ് ദ ഡിസ്റ്റൻറ്റ് വാട്ടേഴ്സ് ഡാഷ്. ഞാൻ എന്ത് കേട്ടു? വളരെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒഴുകുന്ന നദിയുടെ ഒഴുകുന്ന ശബ്ദം കേട്ടു.
ഐ സോ ദ കറൻറ്റ് വേൾ ആൻഡ് ഫ്ലാഷ്. അതെ, അത് തന്നെ, കറൻറ്റ്, ഒഴുക്ക്, നദിയുടെ ആ ഒഴുക്കും ആ എന്താ കളകളാരവം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുമൊക്കെ അദ്ദേഹം കേട്ടു. ആൻഡ് റിച്ച്ലി ബൈ ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്. അതുപോലെ അദ്ദേഹം പറയുന്നു, ഈ നദിക്കരയിലൊക്കെ നമുക്ക് കാണാം മരങ്ങളെല്ലാം എങ്ങനെയാണ് നിൽക്കുന്നത്. മരങ്ങളെല്ലാം ഇങ്ങനെ നദിയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നദിയുടെ സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞ് ബെൻഡ് ചെയ്തായിരിക്കും അല്ലേ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ദ ഓയർ, ഇവിടെ ഓയർ എന്ന് പറയുന്നത് ഓവറാണ്. ദെൻ ഓവർ ദ വെയിൽ വിത്ത് ജെൻറ്റിൽ സ്വെൽ ദ മ്യൂസിക് ഓഫ് ദി വില്ലേജ് ബെൽ കെയിം സ്വീറ്റ്ലി ടു ദി എക്കോ ഗീവിങ് ഹിൽസ്. അതുപോലെ തന്നെ നമുക്ക് വില്ലേജ് ബെൽ, അപ്പോൾ നമുക്ക് അവിടെ ഒരു വില്ലേജ് ഉണ്ടെന്ന് മനസ്സിലാകും. ആ വില്ലേജിൽ എന്തോ മണിയടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാം. അതിങ്ങനെ ഈ താഴ്വരയിൽ ഇങ്ങനെ എക്കോ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കാം. ആൻഡ് ദി വൈൽഡ് ഹോൺ ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫിൽസ്. അതുപോലെ തന്നെ ഒരു വൈൽഡ് ഹോൺ മീൻസ് ഒരു പക്ഷി ഇങ്ങനെ ശബ്ദമുണ്ടാക്കി കാട്ടിലൂടെ പോകുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ശബ്ദമൊക്കെ കാടിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. വാസ് റിങ്ങിങ് ടു ദി മേരി ഷൗട്ട് ദാറ്റ് ഫെയിൻറ്റ് ആൻഡ് ഫാർ ദ ഗ്ലെൻ സെൻറ്റ് ഔട്ട് വെയർ ആൻസറിങ് ടു ദി സഡൻ ഷോട്ട് തിൻ സ്മോക്ക് ത്രൂ തിക്ക് ലേവഡ് ബ്രാഞ്ചസ് ഫ്രം ദി ഡിങ്കിൾ ബ്രോക്ക്. അതുപോലെ അദ്ദേഹം പറയുന്നത് എവിടെ നിന്ന് ഒരു പുക വരുന്നുണ്ട്, അതായത് ഭക്ഷണം പാകം ചെയ്യുന്നതായിരിക്കാം. അതായത് അവിടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സാന്നിധ്യം ആ താഴ്വരയിലുണ്ട്, അല്ലെങ്കിൽ അതൊരു വില്ലേജാണ്. വില്ലേജിൽ നിന്ന് മണിമുഴക്കം കേൾക്കാം. അതുപോലെ ഇങ്ങനെ സ്മോക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ കാണാം. അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹം രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസ് നോക്കാം. ഇഫ് ദോ ആർട്ട് വോൺ ആൻഡ് ഹാർട്ട് ബിസെറ്റ് വിത്ത് സോറോസ് ദാറ്റ് ദോ വുഡിസ്റ്റ് ഫോർഗെറ്റ്. അതായത് നമുക്ക് ലൈഫിൽ മറക്കാനാവാത്ത ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. ഇഫ് ദോ വുഡസ്റ്റ് റീഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ് ദൈ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ് ഗോ ടു ദി വുഡ്സ് ഹിൽസ് നോട്ട് ഇയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ ഇയേഴ്സ്. അപ്പോൾ നമ്മുടെ പോയിറ്റ് പറയുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ഒരു സൺറൈസിൻ്റെ സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ചകളും കേട്ട ശബ്ദങ്ങളെ പറ്റിയും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച നേച്ചറിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങളെന്താ കണ്ണിൽ ടിയേഴ്സൊക്കെ നിറഞ്ഞിരിക്കുന്ന ടൈമിൽ അത് ഓർത്തിങ്ങനെ ടെൻഷൻ ആവാതെ ആ സോറോയൊക്കെ മറക്കാൻ ഈ നേച്ചറിനെ തന്നെ നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്ക് യു.